ഭ്രാന്തരാലകപ്പെട്ട മർത്യൻ ഭ്രാന്തരാൽ അറിയുന്ന മുഴു ഭ്രാന്തനെന്ന് 1000 അർത്ഥമതേകും പ്രയത്നം മുഴു ഭ്രാന്തന്റെ ചെയ്തികളായി ചമച്ചു മുമ്പിൽ ഈ പാറയായി കാത്തു നിൽക്കുമൊരു മർത്യലോകത്തിന്റെ ജന്മത്തിനായി. നമുക്കിടയിൽ ഒരുപാട് ഭ്രാന്തന്മാരുണ്ട്. സിനിമാ ഭ്രാന്ത്, ഫുട്ബോൾ ഭ്രാന്ത്, വണ്ടി ഭ്രാന്ത്, പിന്നെ ഇതാ യാത്രകൾ പോകുന്ന കുറച്ച് ഭ്രാന്തന്മാർ വേറെയും. അങ്ങനെ ഒരു ഭ്രാന്തനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയൊരു ഭ്രാന്തനെ കുറിച്ച്. ഒരുപാട് സമയമെടുത്ത് ഒരുപാട് പടവുകൾ കയറിയാണ് നമ്മൾ ഇവിടേക്ക് എത്തുന്നത്. നല്ല കോടമൂടി കിടക്കുന്ന അന്തരീക്ഷം. രായിരനെല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ. പന്ത്രണ്ട് മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. എൻ്റെ സിരയിൽ നുരക്കും പുഴുക്കളില്ല, കണ്ണിലിരവിൻ്റെ പാഷാണ തിമിരമില്ല. ഉള്ളിൽ അഗ്നികോണിൽ കാറ്റുരഞ്ഞു തീച്ചീറ്റുന്ന നഗ്നമാം ദുസ്വർഗ കാമമില്ല. അങ്ങനെ പോകുന്നു നമ്മുടെ നാറാണത്ത് ഭ്രാന്തൻ്റെ കവിത. കേരളത്തിൽ കാലാകാലങ്ങളായി പ്രചരിച്ചു പോരുന്ന ഐതിഹ്യങ്ങളിലൊന്നായ പറയിപ്പറ്റ പന്തിരുകുലത്തിലെ അംഗമാണ് നാറാണത്ത് ഭ്രാന്തൻ. കേവലം ഒരു ഭ്രാന്തൻ എന്നതിലുപരി ഒരു അവതാരമായാണ് അദ്ദേഹത്തെ സങ്കല്പിച്ചു പോരുന്നത്. ആയിരത്തി 1995 സുരേന്ദ്രകൃഷ്ണൻ എന്ന ശില്പി പണിത നാറാണത്ത് ഭ്രാന്തന്റെ പ്രതിമയുടെ അടുത്താണ് നമ്മളിപ്പോൾ. പാലക്കാട് ജില്ലയിലെ ചെത്തല്ലൂരിൽ അത്തിപ്പറ്റ കുന്നിനടുത്തുള്ള നാരായണമംഗലത്ത് അഥവാ ആമയൂർ മന, അവിടെയാണ് അദ്ദേഹം വളർന്നത് എന്ന് കരുതപ്പെടുന്നു. പിന്നീട് പഠനത്തിനായി പട്ടാമ്പി രായിരനെല്ലൂരുള്ള തിരുവേഗപ്പുറ ഇല്ലത്ത് വന്നു. മലയുടെ മുകളിലേക്ക് ഒരു വലിയ കരിങ്കല്ലുരുട്ടി കയറ്റി അതിനെ താഴോട്ട് തള്ളിയിട്ട് കൈകൊട്ടിച്ചിരിക്കുന്ന നാറാണത്ത് ഭ്രാന്തന് ഗ്രീക്ക് പുരാണത്തിലെ സിസിഫസ് എന്ന ദേവനുമായി സാമ്യമുണ്ട്. സിസിഫസ്യൂസ് ദേവന്റെ ശിക്ഷയായാണ് ആയുഷ്കാലം മുഴുവൻ മലമുകളിലേക്ക് കല്ലുരുട്ടി കയറ്റുന്നതും തള്ളി താഴേക്കിടുന്നതെങ്കിൽ നാറാണത്ത് ഭ്രാന്തൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ പ്രവൃത്തി ചെയ്യുന്നതെന്ന വ്യത്യാസമേ ഉള്ളൂ. എപ്പോഴും യാത്രയിലായിരിക്കുന്ന നാറാണത്ത് ഭ്രാന്തൻ രാത്രി എവിടെയാണോ എത്തുന്നത് അവിടെ വെള്ളവും തീയുമുള്ള സ്ഥലമാണെങ്കിൽ അവിടെ തന്നെ അടുപ്പ് കൂട്ടുകയും അന്നൊന്ന് ഭിക്ഷ യാചിച്ച് കിട്ടുന്ന അരി വേവിച്ച് കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യും. പരഹിതകരണം എന്ന ജ്യോതിശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവാണ് ഭ്രാന്തൻ എന്ന് പറയപ്പെടുന്നു. കട്ടുറുമ്പുകളെ എണ്ണുക അദ്ദേഹത്തിന്റെ മറ്റൊരു വിനോദമായിരുന്നു. അദ്ദേഹം പ്രസിദ്ധനായ ഒരു താന്ത്രികനുമായിരുന്നു. കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഭ്രാന്തൻ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി കൊപ്പം വളാഞ്ചേരി റോഡിൽ നടുവട്ടം എന്ന സ്ഥലത്താണ് ക്ഷേത്രത്തിന്റെ കവാടം. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കണിൽ ചാടിയൊരടി.